എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പന്റെ ആ ഒരു നയൻ ടൈൽ ഫോക്സിനെയാണ് കാണിക്കുക. കുട്ടപ്പനാവട്ടെ അവൻ പതിയെ പതിയെ ഇപ്പൊ ഇല്യൂഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വിളിച്ചു പറയും, സാസുക അവൻ ഞങ്ങളുടേതാണ്, ഒരിക്കലും നിനക്കവനെ വിട്ടുതരില്ല. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ആദ്യമായിട്ട് നയൻ ടൈൽ ഫോക്സിന്റെ കണ്ണ് അത് ഓപ്പൺ ആവും. കുട്ടപ്പൻ നയൻ ടൈൽ ഫോക്സായി മാറുന്നത് കാണുമ്പോ ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ സന്തോഷം അത് ഇരട്ടിയാവും. കുട്ടപ്പൻ ഉഷാറായി അവന്റെ 3 ടൈല് ഇപ്പൊ പുറത്തേക്ക് വരും. ആ സമയത്ത് ഇപ്പൊ ഒറോച്ചിമാറു ചിരിച്ചിട്ട് പറയും, എന്ത് ധൈര്യല്ലേ. അവൻ ചിരിച്ചിട്ട് പറയും, ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് കളിച്ച് എനിക്ക് ഇവനാണോ സാസുകയ്ക്കാണോ പവർ കൂടുതലെന്ന് മനസ്സിലാക്കണം. കാബൂട്ടോ ആവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുമ്പോ കുട്ടപ്പൻ അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ എടുത്ത് അവന്റെ തലക്കിട്ട് തന്നെ ആഞ്ഞങ്ങോട്ട് അടിക്കും. ആ ഒരു അടിയില് ഇപ്പൊ ചോര തുളുമ്പി കബൂട്ടോ അങ്ങനെ താഴെ വീഴും. സാക്കുറ അവനെ ഇടിക്കാനായിട്ട് കബൂട്ടോയുടെ തൊട്ടടുത്തേക്ക് ചെല്ലും. പക്ഷെ കുട്ടപ്പന്റെ ഇടിയുടെ ഫോഴ്സില് ഇപ്പൊ സാക്കുറയും തെറിപ്പിച്ച് കബൂട്ടോ മുൻപോട്ട് പോകും. പക്ഷെ കബൂട്ടോയ്ക്ക് അത്രയും വലിയ അടി കിട്ടിയിട്ടും അവൻ ചിരിച്ചോണ്ട് പറയും, ഇവന്റെ പഞ്ച് അത് വളരെ പവർഫുൾ ആണ്. ആ ഒരു ഇടിയുടെ പവറില് ഇപ്പൊ ബ്രിഡ്ജ് തകർന്ന് സാക്കുറയും കുട്ടപ്പനും ആവട്ടെ താഴേക്ക് വീഴാൻ തുടങ്ങും. സാക്കുറെ പിടിക്കാനായിട്ട് ഇപ്പൊ മാസ്റ്റർ മുൻപോട്ട് പോകുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ മോൺസ്റ്റർ കൈവച്ച് ഇപ്പൊ മുകളിലേക്ക് കയറി വരും. അത് കാണുമ്പോ സായിക്ക് മനസ്സിലാവും, ഇതാണ് എന്റെ സമയം. അവൻ ഉഷാറായിട്ട് ഇപ്പൊ സ്ക്രോൾ എടുത്ത് വീശാൻ നോക്കുമ്പോ ഇവിടെ മാസ്റ്റർ ആവട്ടെ സാക്കുര എങ്ങനെയെങ്കിലും എഴുന്നേപ്പിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കബൂട്ടോ വന്നിടിച്ചതില് ഇപ്പൊ സാക്കുരയുടെ ബോധം പോയി കിടക്കാണ്. അവളെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഈ ഒരു പാലം അത് തകർന്ന് സാക്കുര താഴെ വീണ് മരിക്കും. മാസ്റ്റർ ഉടനെ ഇപ്പൊ ഗെൻജിപ്സ് ഉപയോഗിച്ച് ആ ഒരു പാലം അത് തകരാതെ പിടിച്ചു നിർത്തും. പക്ഷെ ഒരുപാട് നേരം ആ ഒരു ബ്രിഡ്ജ് മാസ്റ്ററിന്റെ കൺട്രോളിൽ നിൽക്കില്ല. സായി ആവട്ടെ അവന്റെ സ്ക്രോള് അതിപ്പോ വലിച്ചു വീശി അവൻ ഓടിച്ചാടി ആ ഒരു സ്ക്രോളില് ഇപ്പൊ ഒരു പക്ഷിയുടെ പടം വരയ്ക്കും. ഗെൻജിപ്സ് ഉപയോഗിച്ച് അതൊരു പരുന്താക്കി മാറ്റി അതിന്റെ മേലേക്ക് ചാടി കയറി ഇപ്പൊ സാക്കുരയുടെ നേർക്ക് അവൻ പറന്നെടുക്കും. അത് കാണുമ്പോ ഒത്തിരി സന്തോഷത്തില് ഇപ്പൊ മാസ്റ്റർ വിളിച്ചു പറയും, സായി സ്പീഡിൽ പറക്ക്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. പക്ഷെ അവൻ സാക്കുരയുടെ തൊട്ടടുത്തൂടെ പോയി ഇപ്പൊ അവളെ രക്ഷിക്കാതെ അവള് ചാകട്ടെ എന്ന് വെക്കുമ്പോ മാസ്റ്റർക്കാവട്ടെ ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ കിടുകിടാ വിറച്ച് അങ്ങനെ നോക്കി നിൽക്കും. പക്ഷെ സായി അവൻ സാക്കുറയെ കൈവിടില്ല. അവനൊരു റോപ്പ് ഉപയോഗിച്ച് അവൾ അങ്ങനെ തന്നെ സേഫായി ലോക്ക് ചെയ്ത് ഇപ്പൊ ഒരു സ്ഥലത്ത് വെക്കും. എന്നിട്ട് വീണ്ടും ഇപ്പൊ സ്പീഡിൽ മുൻപോട്ട് പറന്ന് അവൻ കുട്ടപ്പന്റെ അടുത്തേക്ക് പോകും. സായി അവരുടെ അടുത്തേക്ക് എത്താൻ നേരം ഇപ്പൊ കുട്ടപ്പന്റെ ഫൈറ്റിന്റെ പവറില് സായും പക്ഷി ആവട്ടെ ഇപ്പൊ 1.5 കിലോമീറ്റർ ദൂരത്ത് പോയി കിടക്കും. നയൻ ടൈൽ ഫോക്സ് ഇപ്പൊ ഒറോച്ചിമാറുവിനെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ അടി കിട്ടിയിട്ടും ഒറോച്ചിമാറുവിന് ഒരു കുലുക്കവും ഇല്ലാതെ ഇപ്പൊ വീണ്ടും ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ഫൈറ്റിന്റെ ഇടയില് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ ഒരു കൈ കുട്ടപ്പന്റെ മോൺസ്റ്റർ വെട്ടിയെറിയും. ഇവിടെ ഒറോച്ചിമാറു ചിന്തിക്കും, ഈ ഒരു മോൺസ്റ്ററിന്റെ പവർ അതെനിക്ക് കിട്ടുകയാണെങ്കിൽ ലോകത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. ഒറോച്ചിമാറു അവന്റെ വാ പിളർന്ന് ഇപ്പൊ കാറുമ്പോ അവന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പൊ മറ്റൊരു ഒറോച്ചിമാറു പുറത്തേക്ക് ഇറങ്ങി വരും. ഒറോച്ചിമാറു വീണ്ടും ഇപ്പൊ കുട്ടപ്പനോട് പറയും, ഒരിക്കലും നിന്നെ സാസുകയായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല, അവൻ വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ വീണ്ടും അവൻ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുമ്പോ കുട്ടപ്പന്റെ കൺട്രോള് പോയി അവന്റെ 4th ടൈല് അത് പുറത്തേക്ക് വരും. ആ ഒരു ടൈല് അത് പുറത്തേക്ക് വരെ ഇപ്പൊ കുട്ടപ്പന്റെ കൺട്രോള് അത് നഷ്ടപ്പെടും. കുട്ടപ്പന്റെ കണ്ണ് അത് മുഴുവനായിട്ടും ഇപ്പൊ റെഡായിട്ട് മാറും. കുട്ടപ്പൻ പതിയെ കണ്ണു തുറക്കുമ്പോ അവനിപ്പോ മറ്റേതോ ഒരു ലോകത്താണ്. അവന്റെ ചുറ്റിലും ഇപ്പൊ കൂരാക്കൂരി ഇരുട്ടായിരിക്കും. ഞാൻ എവിടെയാണ്, എനിക്ക് എന്താ പറ്റിയേ എന്നും പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോ ഇപ്പൊ ദൂരത്തായിട്ട് സാസുകയെ കുട്ടപ്പൻ കാണും. ഇത് സാസുകയല്ലേ, അവൻ എന്തു പറ്റിയെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവന്റെ പിന്നാലെ പോവാൻ തുടങ്ങും. ആ ഒരു ഇല്യൂഷനില് ഇപ്പൊ സാസുക ആവട്ടെ വലിയൊരു വെള്ളക്കെട്ടില് ഒലിച്ചു പോകുന്നതായിട്ട് കുട്ടപ്പൻ കാണും. കുട്ടപ്പൻ അത് കണ്ട് നോ എന്നും പറഞ്ഞ് സാസുകയുടെ പിന്നാലെ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാസുക പതിയെ പതിയെ അവ മുൻപോട്ട് പോകുന്തോറും ആ ഒരു വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോവാൻ തുടങ്ങും. സാസുകയുടെ തൊട്ടു പിന്നാലെ ഇപ്പൊ കുട്ടപ്പനും ആവട്ടെ ആ വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് അങ്ങനെ പോകും. ഒരുപാട് ദൂരം ഇപ്പൊ മുൻപോട്ട് പോകുമ്പോ കുട്ടപ്പനാവട്ടെ അവന്റെ പവർ നഷ്ടപ്പെട്ട് ഇപ്പൊ പതിയെ താഴേക്ക് പോകാൻ തുടങ്ങും. കുട്ടപ്പൻ വീണ്ടും പറയും, എന്റെ ജീവൻ കൊടുത്തും ഞാൻ സാസുകയെ രക്ഷിക്കും, പക്ഷെ എനിക്കിപ്പോ പവറില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പവർ അത് റീഗെയിൻ ചെയ്യണം. കുട്ടപ്പൻ ഇപ്പൊ അങ്ങനെ തന്നെ അവസാനമായിട്ട് സാസുക അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു രംഗം അതിപ്പോ മനസ്സിലേക്ക് കൊണ്ടുവരും.
കുട്ടപ്പൻ അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ എടുത്ത് സാസുകയായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നെ ഒരിക്കലും ഞാൻ ഒറോച്ചിമാറുവിന് വിട്ടുകൊടുക്കില്ല. സാക്കുറയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് നിന്നെ തിരികെ ലീഫ് വില്ലേജിൽ എത്തിക്കാമെന്ന്. അതിന് സാസുക പറയും നിന്റെ ഒരു വിരല് പോലും എന്റെ ബോഡിയിൽ വീടില്ല. കുട്ടപ്പൻ എങ്ങനെയെങ്കിലും അവനെ അടിച്ചു തോൽപ്പിച്ച് തിരികെ ലീഫ് വില്ലേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പൊ കയ്യില് റെസൻ ഗൺ പവർ എടുക്കും. അത് കാണേണ്ട താമസം ഇപ്പൊ സാസുകയാവട്ടെ അവന്റെ കയ്യിൽ ചിത്തോരി പവർ എടുത്ത് അവര് രണ്ടുപേരും ഇപ്പൊ പരസ്പരം അടിക്കാനായിട്ട് ഓടി ഓടി വരാണ്. അവരങ്ങനെ ഓടി വന്ന് പരസ്പരം ഇടിച്ച് പൊട്ടി അങ്ങോട്ട് തെറിക്കും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ പവർ പോയി. എനിക്ക് എങ്ങനെയെങ്കിലും സാസുകയെ രക്ഷിക്കണം, എനിക്ക് കുറച്ച് പവറെങ്കിലും തായോന്ന് പറഞ്ഞ് അവനിപ്പോ കെഞ്ചും. ഇങ്ങനെ പോയാല് ഞാനും സാസുകയായിട്ടുള്ള ആ ഒരു ബോണ്ട് നഷ്ടപ്പെടും. അവന്റെ ബോധം അത് പതിയെ മറന്ന് ആ ഒരു നയൻ ടൈൽ ഫോക്സിനെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഗേറ്റിന്റെ തൊട്ടടുത്തെത്തും. കുട്ടപ്പനാവട്ടെ ഇപ്പൊ ആ ഗേറ്റിലൂടെ അവൻ അങ്ങനെ അകത്തേക്ക് പോവും. അവന്റെ പകുതി അടഞ്ഞ കണ്ണുകള് അത് തുറക്കുമ്പോ അവൻ കാണും അവന്റെ ചുറ്റിലും ഇപ്പൊ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ. ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ തന്നെ കൺട്രോൾ ചെയ്ത് അതിന്റെ പവർ മുഴുവനായിട്ടും ഇപ്പൊ പുറത്തേക്ക് എടുക്കും. അതിന്റെ പവർ താങ്ങാൻ കഴിയാതെ ഇപ്പൊ കുട്ടപ്പന്റെ സ്കിന്ന് അതങ്ങനെ ഇളകി രക്തം തുളുമ്പി അവൻ അലറി കരയാൻ തുടങ്ങും. മാത്രമല്ല അവന്റെ ചക്ര ഫ്ലോ അത് പുറത്തേക്ക് വരും. അവൻ വേദന സഹിക്കാതെ ഇപ്പൊ അലറിക്കരഞ്ഞ് ഒരു കറുത്ത ഗോളായിട്ട് മാറും. ഇവിടെ ഒറോച്ചിമാറുവിനാണെങ്കിൽ ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഒന്നും മനസ്സിലാവും, കുട്ടപ്പൻ അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അതേ സമയത്ത് ഇവിടെ മാസ്റ്റർ ആവട്ടെ സാക്കുറെ സേഫ് ആയിട്ട് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സാക്കുറ ആവട്ടെ അവള് പതിയെ കണ്ണു തുറക്കുമ്പോ മാസ്റ്റർ ചോദിക്കും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അതിന് അവള് പറയും എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവള് മുൻപോട്ട് നോക്കുമ്പോ ആ പാലം മുഴുവനായിട്ട് ഇപ്പൊ തകർന്നു കിടക്കുന്ന കാണും. അതിന് മാസ്റ്റർ പറയും ഇത് കുട്ടപ്പൻ ഇടിച്ച് തകർത്തതാണ്. അവനും ഒറോച്ചിമാറുവും ഇപ്പോഴും പൊരിഞ്ഞ ഫൈറ്റിലാന്ന് പറയുമ്പോ ഇവിടെ കബൂട്ടോ ആവട്ടെ അവൻ സ്വന്തമായിട്ട് അവന്റെ മുറിവുകള് അത് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ കറുപ്പ് ബോളായി പിന്നീട് അത് വയലറ്റ് ആയി മാറി അതിന്റെ പവർ ഇപ്പൊ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. സായി ആവട്ടെ എങ്ങനെയെങ്കിലും കുട്ടപ്പന്റെ അടുത്തേക്ക് അടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അത് കണ്ട് സാക്കുറ ഇപ്പൊ പേടിച്ച് മാസ്റ്ററിനോട് പറയും എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ സാസുകയെ പോലെ കുട്ടപ്പനെ നമുക്ക് നഷ്ടാവെന്ന് പറയുമ്പോ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ആളുടെ വുഡ് ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ വുഡില് അവനെ പോലെ മറ്റൊരു മാസ്റ്ററിനെ കൂടെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. വുഡ് ക്ലൗൺ ജിപ്സു ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് എത്തുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പവറില് ഇപ്പൊ സായിയുടെ പക്ഷി പോലും കത്തിക്കരിഞ്ഞു പോവും. വുഡ് ക്ലൗൺ മാസ്റ്റർ ആവട്ടെ ഒരു ഷീൽഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവനെ അങ്ങനെ തന്നെ സേഫ് ആയിട്ട് പിടിക്കും. ഒറോച്ചിമാറുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി, ഇവൻ ആള് കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുമ്പോ വുഡ് ക്ലൗൺ മാസ്റ്റർ ആവട്ടെ ഷീൽഡിനകത്ത് നിന്ന് ഇപ്പൊ പുറത്തേക്ക് വന്ന് കുട്ടപ്പന്റെ പിന്നാലെ പോവാണ്. മാസ്റ്റർ ആവട്ടെ ഒരു മരത്തിന്റെ മേലെ കയറി ഇപ്പൊ ചുറ്റും നോക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് മാസ്റ്റർ കാണും നയൻ ടൈൽ ഫോക്സിന്റെ വാലുകളെല്ലാം പുറത്തു വന്ന് കുട്ടപ്പൻ ആ ഒരു നയൻ ടൈൽ ഫോക്സ് ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ്. മാസ്റ്ററും സായും അത് കണ്ട് നോക്കി നിൽക്കുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ മുകളിലേക്ക് നോക്കി അലറി കാർന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും